പത്തനംതിട്ടയിലെ സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ കൂടുതൽ പ്രതിരോധത്തിലായി CPM. ഇവിടുത്തെ തട്ടിപ്പുകളൊക്കെ മീഡിയയുടെ നിരീക്ഷണത്തിലാണ്. മൈലപ്ര സഹകരണ ബാങ്കിൽ പണം നഷ്ടപ്പെട്ടവർ സമരവും ശക്തമാക്കിയിട്ടുണ്ട്. മൈലപ്ര സഹകരണ ബാങ്കിലും കോന്നി റീജിയണൽ സഹകരണ ബാങ്കിലും നടന്നത് കോടികളുടെ തട്ടിപ്പ്. രണ്ടിടത്തും വർഷങ്ങളായി ഭരണം കൈയാളിയത് CPM. കോന്നിയിൽ നടന്നത് 5 കോടിയുടെ ക്രമക്കേട്, മൈലപ്രയിൽ 86 കോടിയും. ഇരു ബാങ്കുകളിലും പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്നത് CPM ഏരിയ കമ്മിറ്റി അംഗങ്ങൾ. പണം നഷ്ടപ്പെട്ടവർ വർഷങ്ങളായി ബാങ്ക് കയറിയിറങ്ങി നടക്കുകയാണ്. മൈലപ്രയിൽ കഴിഞ്ഞ ദിവസം മുതൽ നിക്ഷേപകരുടെ സമരവും ശക്തം. ഉള്ള സമ്പാദ്യമല്ല ഇവിടെ ചിട്ടിയായിട്ടും ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഇട്ടതാണ്. 10-27 ലക്ഷം രൂപയുണ്ട്. അതിവിടുത്തെ പുതിയ ഭരണസമിതി കയറിയതിന് ശേഷം ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല. നമ്മൾ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത സമ്പാദ്യമാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഇവർ മാസം നമുക്ക് ചിലവിനുള്ള പൈസ പോലും നമുക്ക് തരുന്നില്ല. ഇവരിലേക്ക് ചെന്ന് കഴിയുന്നുണ്ടെങ്കിൽ അവർ സിംഹത്തെ പോലെയാണ് നമ്മുടെ അരികിലേക്ക് ചാടി വീഴുന്നത്. മൈലപ്ര സഹകരണ ബാങ്കിലെ എല്ലാത്തരം അഴിമതികളും കണ്ടുപിടിച്ചിട്ടും അധികാരികൾ ഇതിന് വേണ്ടപ്പെട്ട നടപടി എടുക്കാതെ വീണ്ടും ഇതിനെ ഈ കഴിഞ്ഞ ദിവസം തന്നെ വീണ്ടും അഴിമതി റിപ്പോർട്ട് ചെയ്തു. 2 കോടി രൂപ കൊണ്ട് ഇതിലെ ഇപ്പോൾ നിലവിലുള്ള ഒരു സെക്രട്ടറി ഈ വിദേശത്തേക്ക് കടന്നു പോയത്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ വീണ്ടും വഞ്ചിക്കപ്പെടുക. 4 ലക്ഷം രൂപ കിട്ടാനുണ്ട് ഇവിടെ. എനിക്ക് 3 പെൺമക്കളായിരുന്നു. 3നെയും കെട്ടിച്ചു വിട്ടതാണ്. ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ ഹസ്ബൻഡും മരിച്ചു പോയി കഴിഞ്ഞിടെ. എനിക്കിപ്പോൾ ഹാർട്ടിൻ്റെ വാൽവിലെ കാൽസ്യം നിറയുക. ബാംഗ്ലൂർ ഒരു മോള് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നടത്തുക. എനിക്കതിന് പൈസ വേണം. ഞാൻ അപേക്ഷ 2 പ്രാവശ്യം കൊടുത്തു. ഇരു ബാങ്കുകൾക്കുമെതിരെയുള്ള ED അന്വേഷണം സ്വാഗതാർഹമെന്ന് BJP ജില്ലാധ്യക്ഷൻ VS സൂരജ് പറഞ്ഞു. ഇപ്പം മൈലപ്ര സർവീസ് സഹകരണ ബാങ്കും അതേപോലെ ഇപ്പം കോന്നി RCB ബാങ്കിനെ സംബന്ധിച്ചും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അവിടെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാങ്കുകളൊക്കെ തന്നെ CPMൻ്റെ നേതാക്കന്മാർ അവരാണ് ആ ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മൈലപ്രയിലെ CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണ് ബാങ്കിൻ്റെ പ്രസിഡന്റ്. 130 കോടി രൂപയുടെ അഴിമതിയാണ് അവിടെ നടത്തിയിരിക്കുന്നത്. പല നിക്ഷേപകരും ആത്മഹത്യയുടെ വക്കീലാണ്. പലർക്കും മരുന്ന് വാങ്ങിക്കാൻ പോലുള്ള പണമില്ല. ഇപ്പം അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ വരുന്നു. അത് സ്വാഗതാർഹമാണ്. രണ്ടിടത്തും മുൻ അന്വേഷണവും എങ്ങും എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് EDയുടെ നിരീക്ഷണം. ജനം, പത്തനംതിട്ട.